സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബാറ്ററി എങ്ങനെ നിലനിർത്താം. നമ്മൾ പെട്ടെന്ന് ഒരു ഫോണൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ ബാറ്ററി 50% 60% ഒക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ എത്ര ഡാറ്റ ചാർജ് ചെയ്താലും, ഇപ്പോൾ 2 GB 1 GB ഒക്കെ ചാർജ് ചെയ്താൽ പോലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡാറ്റകൾ തീർന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി പെട്ടെന്ന് കഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രൈവസി, അതായത് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ മറ്റൊരാൾ വായിക്കാനായിട്ട് ഇടയാകുന്നു. ഇങ്ങനെയുള്ള പല ഓപ്ഷനുകളും നമുക്ക് ഫോണിൽ ഓഫ് ചെയ്തു വെക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളുടെ മൊബൈലിലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഓപ്ഷനുകൾ അതുപോലെ ആപ്പുകളും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കൊടുത്ത സെറ്റിംഗ്സ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇതുകൊണ്ടുള്ള രണ്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഡാറ്റകളും അതുകൂടാതെ നമ്മളുടെ മൊബൈലിന്റെ ബാറ്ററി ലൈഫിനെയും കൂടി ഇത് ബാധിക്കുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്നാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ അതിനായി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്റെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് വേറെ ഓപ്ഷനാണ്. നിങ്ങളിൽ ചിലപ്പോൾ അത് ഒറ്റ ഓപ്ഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ശേഷം നിങ്ങൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്റെ പ്രൈവസിയിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ അവർ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വായിച്ച് ഫുള്ള് മനസ്സിലാക്കാവുന്നതാണ്. ആൻഡ്രോയിഡിന്റെ ഉപയോഗം മെച്ചപ്പെടുത്താനും അതുപോലെ ബാറ്ററി ലൈഫ്, സിസ്റ്റത്തിന്റെയും ആപ്പിന്റെയും സ്ഥിരത എന്നിവയൊക്കെ നിലനിർത്താനുള്ള ഒരു പെർമിഷനാണിത്. അപ്പൊ ഈ പെർമിഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് അതോടുകൂടി നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഓഫ് ആക്കി വെക്കുക. അതിനുശേഷം ബാക്കോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിൽ പോയി സാധാ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. ശേഷം യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ അവിടെ താഴെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഈ ഓപ്ഷനിലേക്ക് എത്താവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലെ വാട്സപ്പ് മെസ്സേജുകളും അതുപോലെ ഇമെയിലുകളും അതുപോലെ നോർമൽ മെസ്സേജുകളും ഒരുപാട് വന്ന് നിങ്ങളുടെ ടോപ്പ് ബാറിൽ കിടക്കുന്നത് കാണാം. അപ്പൊ നിങ്ങൾ ടോപ്പ് ബാറിൽ കിടക്കും. നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാത്ത സമയത്ത് വേറെ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ മെസ്സേജ് നോക്കാൻ പറ്റും. ഇത് ഡയറക്റ്റ് സ്ക്രോൾ ചെയ്താൽ തന്നെ ഈ മെസ്സേജുകളൊക്കെ അവർക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പോയതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഷോ സെൻസിറ്റീവ് കണ്ടന്റ് ഓൺലി വെൻ അൺലോക്ക്ഡ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതേ ഓപ്ഷൻ സെറ്റിംഗ്സിന്റെ വേറൊരു ഭാഗത്ത് കൂടി വരുന്നുണ്ട്. അവിടെ കൂടി പോയി നിങ്ങൾ ഇതേ സെറ്റിംഗ്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിനായി നിങ്ങൾ വീണ്ടും ബാക്ക് തന്നെ പോകുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഹൈഡ് സൈലന്റ് കൺവെർസേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നാൽ, ഞാനിപ്പോൾ രണ്ട് സെറ്റിംഗ്സിലും ഒരേ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ചില മൊബൈലിൽ ഇത് ഒറ്റ സെറ്റിംഗ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നാണെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ചില നേരങ്ങളിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന നേരം നിങ്ങളുടെ മൊബൈൽ ഒരുപാട് ഹാങ് ആവുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണും. നിങ്ങളുടെ മൊബൈലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലതും വർക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ബാറ്ററി ലൈഫ് പെട്ടെന്ന് തീരുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് പോയി സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആക്സസിബിലിറ്റി എന്നുള്ളത്.
അപ്പൊ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കളർ ആൻഡ് മോഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ റിമൂവ് ആനിമേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. നിങ്ങളുടെ ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഇത് ഓൺ ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഓൺ ആക്കി വെച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിന്റെ പെർഫോമൻസും അതുകൂടാതെ ബാറ്ററിയുടെ പെർഫോമൻസും ഒരുപാട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സിന്റെ ബാക്കിൽ പോവുക. അതിനുശേഷം മെയിൻ സെറ്റിംഗ്സിലെത്തിയതിനു ശേഷം നിങ്ങൾ ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ ബാറ്ററി സേവർ ഓൺ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന സെറ്റ് എ ഷെഡ്യൂൾ എന്നുള്ളത് നിങ്ങൾ ഓൺ ചെയ്യുക. ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് എന്ന ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ശതമാനമാവുമ്പോഴാണ് നിങ്ങളുടെ ബാറ്ററി സേവർ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കി വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 30% എന്ന് ചെയ്തു വെച്ചു. 30% ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൊബൈൽ ബാറ്ററി സേവർ ഓപ്പൺ ആകും. അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് കൂടുതൽ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ശേഷം ബാക്ക് പോവുക. ബാക്ക് വന്നതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് പവർ കൺസപ്ഷൻ മാനേജ്മെന്റ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ ആപ്പുകളും ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഓരോ ആപ്പുകളും സ്മാർട്ട് കൺട്രോളിലാണോ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളത് സ്മാർട്ട് കൺട്രോളാണ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആപ്പ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു യുവർ യൂസേജ് ഹാബിറ്റ്സ്. ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല ആപ്പുകളും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ പെട്ടെന്ന് ലൈഫ് കുറഞ്ഞു പോകാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് കൺട്രോൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരോ ആപ്പും ഓപ്പൺ ആക്കിയ ശേഷം സ്മാർട്ട് കൺട്രോളിലാണോ ഉള്ളത് എന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മൊബൈലിന്റെ പെർഫോമൻസും അതുകൂടാതെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിന് ഒരുപാട് സെക്യൂരിറ്റിയും ലഭിക്കും എന്നുള്ളതാണ്.